ഹേയ് ഗായ്സ്, ഇന്ന് നമ്മുടെ ബബ്ബയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ബബ്ബയുടെ റിവ്യൂ എന്ന് പറയുമ്പോൾ സിനിമയല്ല കേട്ടാ, ട്രെയിലർ, പുതിയ ഇറങ്ങിയ ട്രെയിലർ ഓസം. അതായത് ദിലീപേൻ്റെ ഇപ്പോൾ കേസിൻ്റെ വിധി കഴിഞ്ഞ ശേഷം അവർ ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പൊളി സാധനം എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരും കണ്ടു നോക്കണം. നല്ലൊരു 2025 ബിഗ്ഗസ്റ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കും. കാരണം ദിലീപേൻ്റെ ആ കേസ് കഴിഞ്ഞ ശേഷം കാരണം മോഹൻലാലും ദിലീപും കൂടി ഇറക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മൂവി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ കിടുക്കാച്ചി പൊളി സാധനം, ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും വേഗം പോയിട്ട് ട്രെയിലർ കാണാൻ 16-ാം തീയതി ആണെന്ന് തോന്നുന്നു. ഞാനും വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ഈ കൊല്ലത്തെ ഒരു വെറുതെ പൊളി സാധനം, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും വെറുതെ പൊളി സാധനം. ഫാഹിം സഫറും നമ്മുടെ നൂറിനും കൂടി എഴുതി വെച്ചാക്കണ ഒരു അത് അവരുടെ കയ്യിൽ നിന്ന് പോന്നാക്കണമെങ്കിൽ എനിക്കറിയില്ല. ദർ ഔട്ട്സ്റ്റാൻഡിങ് റൈറ്റേഴ്സ് എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഭയങ്കര കണക്ഷനാണ്. കാരണം മീശവാദമല്ല നമ്മുടെ എനിക്കതാണ് നമ്മുടെ സലീം കുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറേ കണക്ഷൻ ഉണ്ട്. എല്ലാ കണക്ഷനും വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം എല്ലാവരും കാണുക, ഇപ്പം തന്നെ കാണുക. കാണാത്തവർ ഇപ്പം തന്നെ യൂട്യൂബിൽ കുറേ വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. ഞാനും ഇപ്പോഴാണ് കണ്ടത്. ഒന്നും പറയാനില്ല. മണിച്ചേട്ടൻ്റെ ഒരു പാട്ടും കൂടി ഉണ്ട്, അറിയാലോ. അപ്പം അതിനും കൂടി വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. 2025 അവസാനം ഈ ക്രിസ്മസ്. നോ വേർഡ്സ് ഗൈസ്, ഒന്നും പറയാനില്ലെന്ന് പറയുന്നത് പൊളി. എല്ലാവരും വെയിറ്റിംഗ് ആയതുപോലെ ഞാനും വെയിറ്റിംഗ് ആണ്. ദിലീപേൻ്റെ കേസ് മാറി, എല്ലാം മാറി. പുള്ളിയുടെ ജീവിതത്തിലേക്ക് പുള്ളിക്ക് സൗഭാഗ്യങ്ങളുടെ കൂമ്പാരം വരാൻ പോണെയാണ്. അപ്പം അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഈ കൊല്ലം കാണാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു എന്താ പറയുക, ഒരു ഭയഭക്തി ബഹുമാനം. പുള്ളിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്, അഴിഞ്ഞാട്ടം. ഈ ലാസ്റ്റത്തെ ഇപ്പോൾ ഈ ട്രെയിലറിൽ ഞാൻ കണ്ടത് അതാണ് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. കാരണം മോഹൻലാൽ ഒറിജിനൽ മോഹൻലാലായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെന്നും പറഞ്ഞാണ് കണക്ഷൻ ഇരുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കണ്ടാവും ഇതെല്ലാം വെറുതെ സിനിമക്ക് വേണ്ടിയല്ലേന്ന്. ഞാൻ പറയും അല്ലെന്ന്. അതൊരു റിയാലിറ്റി തന്നെയാണ് ശരിക്കും. അവർ ആ സമയത്ത് ചെയ്തിട്ടുള്ള പല കണക്ഷനുകളും അവർ തിരിച്ചു വരാൻ പോണെയാണ്. അതിൻ്റെ നേരെ ഉദാഹരണമാണിത്. നിങ്ങൾ കണ്ട് വിജയിപ്പിക്കുക. നമുക്ക് പറ്റണ ഏറ്റവും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ നടന്നിട്ടിരിക്കുന്ന സിനിമകളൊന്നും എൻ്റർടൈൻമെൻ്റ് അല്ല, വേറെ കുറേ കാര്യങ്ങളാണ്. അപ്പം ഇനി ഞാൻ വെയിറ്റിംഗ്.